ഹായ് ഓൾ, വെൽക്കം ടു മൈ വീഡിയോ. സോ ആപ്പിൾ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, ഓൾസോ നോൺ ആസ് WWDC 2024 ഇവൻറ്റ് ജൂൺ 10 റിലീസ് ചെയ്തിരുന്നു. അപ്പം അത് ഞാൻ ലൈവായിട്ട് സ്ട്രീം ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഡെവലപ്പർ ബേറ്റ മോഡ് എൻ്റെ ഐപാഡിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവഴി എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആപ്പിൾ ഇറക്കിയ 6 ന്യൂ പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് അവരുടെ പ്ലാറ്റ്ഫോംസ് എന്നും പറയും. സോ വിഷൻ OS അവരുടെ വെർച്വൽ റിയാലിറ്റി ക്ലാസ്സിൻ്റെ 4 മാസം മുന്നേ റിലീസ് ചെയ്ത അവരുടെ ക്ലാസ്സിൻ്റെ സോഫ്റ്റ്വെയർ, പിന്നെ iOS 18, WatchOS 11 ആണെന്ന് തോന്നുന്നു, WatchOS 11, macOS Sequoia അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, പിന്നെ iPadOS 18. അപ്പോൾ ഇത്രയും ഇതാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രാവശ്യം പറയാൻ പോകുന്നത്. ടോക്കിംഗ് അബൌട്ട് വിഷൻ OS, 4 മാസം മുന്നേ ഇറക്കിയ പ്രോഡക്റ്റിന് അവർ ഓൾറെഡി ഒരു സെക്കൻഡ് വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ അവർ റിലീസ് ചെയ്യും. അപ്പം അതിൽ അവർ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലൂടെ വരുന്നത് സ്പേഷ്യൽ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ ഐഫോണിൽ ഒരു ഫോട്ടോ എടുത്തെന്ന് വിചാരിച്ചു, അത് നമ്മൾ ഇതിൻ്റെ വെർച്വൽ റിയാലിറ്റി ക്ലാസ് വഴി കാണുമ്പോഴത്തേക്ക് ഒരു 2D ഇമേജ് പോലെയാണ് കാണുന്നത്, 2 ഡയമെൻഷണൽ ഇമേജ് പോലെയാണ് കാണുന്നത്. അപ്പോൾ ആ ഇമേജിനെ നമുക്ക് അതിൻ്റെ മെഷീൻ ലേണിംഗ്, ഓൾസോ നോൺ ആസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് വെച്ചിട്ട് അവർ ആ ഫോട്ടോനെ നമുക്കൊരു 3D ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് അവരുടെ ഒരു ഫസ്റ്റ് ഒരു വിഷൻ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ആപ്പിൾ വിഷൻ പ്രോ മെയിനായിട്ടും പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഷെയർ സ്ക്രീനും സ്പേഷ്യൽ ഫോട്ടോയും സ്പേഷ്യൽ വീഡിയോയും. പിന്നെ അവർ മെയിനായിട്ടും വേറൊരു കാര്യം ചെയ്തായിരുന്നു, അവർ ക്യാനനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സ്പേഷ്യൽ ലെൻസ് എന്ന് പറയുന്ന ഒരു ഇതിറക്കി. അതുവഴി വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്പിൾ വിഷൻ പ്രോ വഴി വെർച്വൽ റിയാലിറ്റി ക്ലാസ് വഴി കാണുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അതുവഴി കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് iPhone 15 Pro ആണ്. ഈ 15 Pro തൊട്ടുള്ള ഇനി ഇറങ്ങാൻ പോകുന്ന ഡിവൈസസിന് മാത്രമേ ഈ സ്പേഷ്യൽ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവർ ആ പ്രോഡക്ട്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വിഷൻ പ്രോയിൻ്റെ ഈ ടയർ ഡൗൺ വീഡിയോ നമ്മൾ വേറെ യൂട്യൂബേഴ്സിൻ്റെ ചാനൽ വഴി കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കി അത് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സെൻസറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ഈ ഹാൻഡ് ജസ്റ്റേഴ്സ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ സെൻസർ വഴി ഹാൻഡ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നീക്കാനും മാറ്റാനും അങ്ങനത്തെയൊക്കെയുള്ള രീതിയിൽ സാധിക്കുന്നതാണ്. വിഷൻ പ്രോയിന് അവർക്ക് ഓൾറെഡി കുറച്ച് ഇൻബിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, സച്ച് ആസ് നമ്മുടെ ഫോണിൽ വാൾപേപ്പേഴ്സ് ഉള്ളതുപോലെ. അപ്പോൾ അത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. അപ്പം ഇത് ഇവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിയ സംഭവമാണ്. ബ്ലാക്ക് മാജിക്കും പിന്നെ ഈ ആപ്പിളിൻ്റെ ഒരു പുതിയൊരു ആപ്ലിക്കേഷനും കൂടെ ഇറക്കി. അതിൻ്റെ പേര് വന്നിട്ട് ആപ്പിൾ കംപ്രസർ എന്നാണ് അതിൻ്റെ പേര്. അതും പിന്നെ ഡാവിഞ്ചി സ്റ്റുഡിയോയും കൂടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇമ്മേഴ്സീവ് വീഡിയോ ഇറക്കാൻ പറ്റും. പിന്നെ ഇത് പോരാഞ്ഞിട്ട് അവർ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിഷൻ പ്രോ അവർ മാക്സിമം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഈ എയറോപ്ലെയിനിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ പോകുന്നത് മാത്രമല്ല, അതിപ്പോൾ ഈ എയറോപ്ലെയിൻ സപ്പോർട്ട് അല്ലാതെ മാത്രമല്ലാതെ അവർ ട്രെയിൻ സപ്പോർട്ടും കൂടെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇത് പോരാത്തതിന് ആപ്പിൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ റിലീസ് ചെയ്തായിരുന്നു. അതവർ ഫസ്റ്റ് ഹാഫിൽ ഒന്നും പറഞ്ഞതേ ഇല്ല. ഇതൊരു 1.5 hour ലോങ് വീഡിയോ ആയിരുന്നു, അവരുടെ ഒരു പ്രസൻറ്റേഷനായിരുന്നു. അതിലവർ ഫസ്റ്റ് ഹാഫിൽ ഒന്നും പറഞ്ഞതേ ഇല്ല. നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു കുഴപ്പമില്ല, ഇതേപോലത്തെ iOS 18 ഇങ്ങനത്തെയൊക്കെ സോഫ്റ്റ്വെയറെ കാണുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവരും ഇങ്ങനെ റൂമേഴ്സ് ഒരുപാട് കേട്ടിട്ടുണ്ട്, AI വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ അവർ ഫസ്റ്റ് ഹാഫിൽ ഒന്നും പറയാതിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷ പോയായിരുന്നു. പക്ഷേ അങ്ങനെ അവർ സെക്കൻഡ് ഹാഫിൽ ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഇതിൽ പറഞ്ഞു, അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓൾസോ നോൺ ആസ് ആപ്പിൾ ഇൻ്റലിജൻസ് അവർ റിലീസ് ചെയ്യുകയാണ്. പക്ഷേ അതിനൊരു ചെറിയ ക്യാച്ച് ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. മൂവിങ് ഫോർവേഡ് നമുക്കിനി iOSനെ കുറിച്ച് സംസാരിക്കാം. iOSൻ്റെ പുതിയ വേർഷൻ iOS 18 ആണ് ഇനി റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നത് ഇനി ഇറങ്ങാൻ പോകുന്ന iPhone 16 Proൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ആ ഫോൺ റിലീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ പബ്ലിക് യൂസേഴ്സിന് നമുക്ക് ഇത് കിട്ടും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നേരത്തെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഐപാഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഐപാഡ് ഞാനിവിടെ വലുതായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐപാഡിലോട്ടിട്ടു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ വഴി നമുക്ക് ഈ iOS അല്ലെങ്കിൽ iPadOS 18th വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതുവഴി നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ
ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അറൗണ്ട് 2 hours ഞാൻ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ iOS 18 വന്നിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിവൈസസ് എന്ന് പറയുന്നത് iPhone 10 10s ശേഷമുള്ള ഡിവൈസസാണ്. സോ 10, 8, 8+ തുടങ്ങിയ താഴോട്ടുള്ള എല്ലാ ഡിവൈസസിൻ്റെ കമ്പാറ്റബിലിറ്റി ആപ്പിൾ മാറ്റിയിരിക്കുകയാണ്. സോ അവർക്ക് എന്തോന്ന് പറയുക, ഭാവിയിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടത്തേ ഉള്ളൂ. അല്ലാതെ ഈ ഇറങ്ങാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സും അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് iPhone 15 അല്ലെങ്കിൽ മുകളിലോട്ട് 15 പോലും ഇല്ല, 15 പ്രോയും പ്രോ മാക്സിനും മാത്രമേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 14 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുന്നത്തെ വർഷം ഇറങ്ങി, എനിക്കൊക്കെ 14 Pro ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 14 പ്രോയിനും താഴെയുള്ള ഒരു ഡിവൈസസിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് iOS ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് പോലത്തെ എന്താ പറയുക, ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയെന്നുള്ളൊരു ഫീല് വരുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവർ നമുക്കിപ്പോഴാണ് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഈ ആപ്പ് ഐക്കോൺ കസ്റ്റമൈസേഷൻ, പിന്നെ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ റിലീസ് ചെയ്തത്. നമുക്കെന്ന് പറയുമ്പോൾ വിഡ്ജറ്റ്സിനെയൊക്കെ നമുക്ക് റീസൈസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസ് ചെയ്യാം. കൺട്രോൾ സെൻറ്ററിലായപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നു. ഞാനിതൊക്കെ iPadOSൻ്റെ സോഫ്റ്റ്വെയർ വഴിയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ അവരുടെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു ഈ ഡാർക്ക് മോഡ് തന്നെ നമുക്ക് ഇതേപോലെ ഐക്കോൺസിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഹോം സ്ക്രീനിൽ കിടക്കുന്ന ഐക്കോൺസിൽ ഡാർക്ക് മോഡ് കൊണ്ടുവരാം. പിന്നെ ആ ഐക്കോൺസിൻ്റെ കളർ നമുക്ക് ടിൻറ്റ് വഴി ചേഞ്ച് ചെയ്യാൻ പറ്റും, കളർ മാറ്റാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഐഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ അറിയാമല്ലോ. നമുക്ക് എപ്പോഴും ഈ ക്യാമറയും ഫ്ലാഷ് ലൈറ്റും ഏത് സമയം അവിടെ ഫിക്സഡ് ആയിരിക്കും, നമുക്ക് അതിനൊന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ iOS 18 നമുക്ക് ആ ഒരു ഓപ്ഷനും കൂടെ വന്നിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാമറ മാറ്റിയിട്ട് നമുക്കിപ്പോൾ സ്നാപ്ചാറ്റോ വാട്സാപ്പോ അങ്ങനെ എന്ത് വേണോ നമുക്ക് ആക്കാൻ പറ്റുന്ന രീതിയിലൊരു കസ്റ്റമൈസേഷൻ ഫീച്ചറാണ് ആപ്പിൾ ഇപ്രാവശ്യം ഈ iOS 18 തന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ആപ്പ് ലോക്ക് എന്ന് പറയുന്നത്. വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഓൾറെഡി അവരുടെ ആപ്ലിക്കേഷൻസ് അൺലോക്ക് അല്ല. വാട്സാപ്പ്, ഗൂഗിൾ പേ, നാട്ടിൽ ഗൂഗിൾ പേ ഒക്കെ ഓൾറെഡി ആപ്പ് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ടച്ച് ഐ ഡി ചോദിക്കുമായിരുന്നു. ഇപ്പം തൊട്ട് നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം എന്നുള്ളൊരു ഫീച്ചറും കൂടെ ആപ്പ് റിലീസ് ചെയ്തേക്കുകയാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോട്ടോസ് നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് അതിൽ ലോങ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഓപ്ഷൻ വരും, എന്താ പറയുക, ലോക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതേപോലത്തെ ഓപ്ഷൻസ് ഇതേപോലെ എല്ലാ ആപ്ലിക്കേഷൻസിലും ആപ്പിൾ റിലീസ് ചെയ്തേക്കുന്നത് iOS 18 പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആപ്സിനെ ഹൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിരിക്കും. അത് ഐഫോണിൽ മാത്രമല്ല മാക്കിലും ഐപാഡിലും ആ ഫീച്ചർ റിലീസ് ചെയ്തേക്കുകയാണ്. സോ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് മെസ്സേജ് അയക്കുമ്പോഴും നമുക്കതിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അയക്കാൻ പറ്റും. എന്നാൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലോട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം iOS 18 ആപ്പിൾ RCS സപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. RCS എന്ന് പറഞ്ഞാൽ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്നാണ്. സോ RCS സപ്പോർട്ട് വഴി നമുക്ക് ആൻഡ്രോയിഡിലോട്ടേക്ക് ഹൈ ക്വാളിറ്റി വീഡിയോസും കണ്ടൻസും എല്ലാം അയക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ iMessageലായാലും ഒരുപാട് ഫീച്ചേഴ്സ് ഈ iOS 18 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും പറയാനാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും മെസ്സേജിൽ കയറി, iMessageലാണ് ഏതെങ്കിലും ഒരു മെസ്സേജ് കയറി നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഒരു 4-5 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇനി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ഇമോജി വേണമെങ്കിലും ആക്കാൻ പറ്റും. പിന്നെ ആപ്പിൾ വേറൊരു കാര്യം ഇറക്കി, ജെൻമോജി എന്ന് പറയുന്ന സംഭവം. അത് 15 തൊട്ടുള്ള ഫോൺസിനാണ് അവൈലബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ iOS 18 ഇറങ്ങുന്ന എല്ലാ ഫോൺസിലും അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഞാനത് അപ്ഡേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലിടാം. പക്ഷേ സംഭവം തോന്നുന്നത് ജെൻമോജി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇമോജി ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് നമ്മൾ ഇതേപോലെ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഇന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു സംഭവം ഇങ്ങനത്തെ രീതിയിൽ വേണം. ഇപ്പോൾ ഒരു സ്മൈലി ഫേസ് അതിൻ്റെ ഒരു ഡെവൽ ലുക്കിൽ വേണമെന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനത്തെ രീതിയിൽ തന്നെ ഇമോജി ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ആപ്പിൾ ഈ iMessagesലൂടെയും ജെൻമോജിയിലൂടെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ ഫിയാൻസിയുടെ ബർത്ത്ഡേ ഈ വരുന്ന ഒരു സാറ്റർഡേ വല്ലതാണെന്ന് വിചാരിക്കുക. ഞാൻ ആ സാറ്റർഡേ കറക്റ്റ് 12 മണിക്ക് മെസ്സേജ് കാണാൻ അവൾ ആഗ്രഹിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ സമയത്ത് കറക്റ്റ് ആവാൻ വേണ്ടി നോക്കിയിരിക്കും. ഞാൻ ചിലപ്പോൾ വർക്കിലായിരിക്കും, എനിക്ക് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ആ സമയത്ത് ആ മെസ്സേജ് കാണാതെ കഴിയുമ്പോൾ വിഷമം വരും. ഒബ്വിയസ്ലി ആർക്കാരും വിഷമം വരും. അപ്പം മെസ്സേജസ് ഇന്ത്യ തൊട്ട് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് ആ സമയം ആകുമ്പോഴത്തേക്കും ആ മെസ്സേജ് അന്നേരം അവിടെ പോയാൽ മതി, അല്ലെങ്കിൽ ആൾക്ക് സെൻഡ് ആയാൽ മതി എന്നുള്ള രീതിയിൽ മെസ്സേജിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ബാക്കി മെസ്സേജസിനെ കുറിച്ച് ഒട്ടിച്ചിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്,
സാറ്റലൈറ്റ് വഴി നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഇത് ഇത്രയും നാൾ നമുക്ക് ഇല്ലാത്തൊരു ഓപ്ഷനായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് അത് റിലീസ് ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ കാനഡയിലായതുകൊണ്ട് ഇവിടെ സിറ്റി ഏരിയസിലല്ലാതെ വേറെ ഇപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ റേഞ്ച് കട്ടാണ്, ഒന്നും കിട്ടത്തില്ല. അപ്പം എനിക്ക് അന്നേരം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് വഴി മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും 911 അങ്ങനത്തെ എന്തെങ്കിലും ഒരു സർവീസസിലോട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അത് കുറച്ച് ഡിലേ ആണ്, നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഒരിടത്തും എത്താതിരിക്കുന്നതിനും കാട്ടി നല്ലതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ മെസ്സേജും സാറ്റലൈറ്റും കൂടെ ഡയറക്റ്റ് കണക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഐ മെസ്സേജ് സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. പിന്നെ സാറ്റലൈറ്റ് മെസ്സേജിങ് നോർമൽ മെസ്സേജസിലും പോകുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ RCS സപ്പോർട്ടായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റായിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തൊരു മെസ്സേജ് അയച്ചാലും നമുക്കത് വേർഡിൽ നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഫോൺ സൈസ് കൂട്ടാൻ, ഐറ്റലിക്സ് ആക്കാൻ, പിന്നെ അണ്ടർലൈൻ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്ട്രൈക്ക് ത്രൂ ചെയ്യിപ്പിക്കാൻ, ബോൾഡ് ആക്കാൻ, ഇതേപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടെക്സ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടെക്സ്റ്റ് മെസ്സേജിങ് അല്ലെങ്കിൽ നോർമൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് iOS 18 ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് iPadOS സംസാരിക്കാം. സോ iOS എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാ ഫീച്ചേഴ്സും iPadലും വന്നിട്ടുണ്ട്. പിന്നെ iPadൽ റിലീസ് ചെയ്ത ഏറ്റവും വലിയൊരു ഫീച്ചറാണ് കാൽക്കുലേറ്റർ. അതെ, ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. കാൽക്കുലേറ്റർ ഇത്രയും നാളുമായിട്ട് ആപ്പിൾ ഇറക്കിയിട്ടില്ലാത്തൊരു ആപ്ലിക്കേഷനായിരുന്നു കാൽക്കുലേറ്റർ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാൽക്കുലേറ്റർ ഇപ്പോൾ iPadൽ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് പിന്നെ ആഡൊക്കെ കണ്ട് നമ്മൾ അല്ലെങ്കിൽ മറ്റേ പ്രീമിയം വെർഷനൊക്കെ എടുത്ത് പൈസ കൊടുത്ത് വേണം ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് സെർച്ചിൽ കയറിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മൈനർ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ പുതിയ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. അതാണ് കാൽക്കുലേറ്റർ. അത് ഒരു രക്ഷയില്ലാത്ത ആപ്ലിക്കേഷനാണ്. ഞാൻ iPadൽ യൂസ് ചെയ്ത് നോക്കി. അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നോർമൽ കാൽക്കുലേഷൻസ്, സയൻറ്റിഫിക് കാൽക്കുലേഷൻസ്, പിന്നെ മാത്സ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇപ്പോൾ ഒരു ആപ്പിൾ പെൻസിൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ iPadൽ ഇങ്ങനെ എഴുതുകയാണ് 3 × 5 = 15. 3 × 5 = എന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് നമ്മുടെ അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ അതിൽ എഴുതി തരും എത്രയാണ് ആൻസർ. അതിപ്പോൾ എന്ത് ടൈപ്പ് കാൽക്കുലേഷനായി, ഇപ്പോൾ √3/7 അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു കാൽക്കുലേഷൻ ആയാലും അതങ്ങനെ എഴുതി കൊടുത്ത് = അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൽ എഴുതുകയാണ് ചെയ്യും. പിന്നെ ഈ കാൽക്കുലേറ്റിംഗ് ഫീച്ചർ നമുക്ക് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രമല്ല, നമുക്ക് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്തൊന്നും നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോട്ട്സിൽ ഇപ്പം നോർമലായിട്ട് ആപ്പിൾ പെൻസിൽ വെച്ചിട്ട് നമ്മൾ നോട്ട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും എന്താണെന്ന് വെച്ചാൽ ആൻസർ. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തോളം മനസ്സിലായത്, പണ്ടൊക്കെ ഞാൻ ഡെവലപ്പർ ബേറ്റയൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഗ്ലിച്ചും ഭയങ്കര ബഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അത്രയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ 2-3 hours ഞാൻ യൂസ് ചെയ്യാണ്, ഇതുവരെയായിട്ട് യാതൊരു പ്രശ്നമില്ല. ഓവറോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള ആനിമേഷൻസ്, സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ പ്രാവശ്യത്തെ സോഫ്റ്റ്വെയർ റിലീസിലൂടെ ആപ്പിൾ കൊണ്ടുവരുന്നത്. പിന്നെ വേറെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കുറച്ച് ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്താൽ അതിൽ മെയിനായിട്ടും ഉള്ളത് പാസ്വേഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പം ഇതുവരെയായിട്ട് നമുക്ക് നമ്മുടെ പാസ്വേഡ്സ് എല്ലാം സെറ്റിങ്സിൻ്റെ അകത്ത്, അക്കൗണ്ട്സിൻ്റെ അകത്ത് പാസ്വേഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. കീ ചെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഈ കീ ചെയിൻ പാസ്വേഡ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനായിട്ട് മാറുകയും അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ പാസ്വേഡ്സും പ്രോപ്പറായിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഏത് വെബ്സൈറ്റിന് എന്ത് പാസ്വേഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്, അതിൻ്റെ യൂസർ നെയിം എന്താണെന്ന് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ ഫോൺ വഴി സേവ് ആയെന്ന് വിചാരിച്ചു, നമ്മളിപ്പം പാസ്വേഡ് മറന്നുപോയി. പക്ഷേ ഈ പാസ്വേഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് കയറി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. സോ വേറെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാപ്സ്. ആ മാപ്സിൻ്റെ ഒരു ടോപ്പോഗ്രാഫിക് വ്യൂ പോലെ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈക്ക് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ അതിൻ്റെ കറക്റ്റ് ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, ഇതേപോലെ എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഇരിക്കുന്നത്. പിന്നെ വേറെ ഫീച്ചർ എന്ന് പറയുന്നത് ഓഡിയോ ആൻഡ് ഹോമിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ടാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് എയർപോർട്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ്, നമ്മൾ ചെറിയ ഏത് സമയം എയർപോർട്ട്സിൽ കണക്ട് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എയർപോർട്ട്സ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു കോൾ വരികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കോൾ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ, അത് ആപ്പിൾ തന്നെ ഒരു
എലവേറ്ററിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ അകത്ത് നിന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്നത് നമ്മൾ ഇയർഫോൺസ് ഉണ്ട്, അങ്ങനെ ആരും ചെയ്യില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് ചെയ്യരുത്, കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, അപ്പം നിങ്ങൾ എയർപോർട്ട്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം ഇനി തൊട്ട് ചെയ്യേണ്ട പരിപാടി എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക, കോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സെൻസേഴ്സ് വെച്ച് ഇത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ആൻസർ ആണോ, അപ്പോൾ എസ് ആണോ നോ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കോൾ കട്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്നത്. അതൊരു വിഷയം ഫീച്ചർ തന്നെയാണ്. വേറെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിലിൽ കാറ്റഗറൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത്, ഇപ്പം ഏത് സെൻറ്റർ അല്ലെങ്കിൽ ആരുടെ നിന്ന് ഇപ്പോൾ പ്രൊമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ബാങ്ക്, ഇപ്പോൾ ഫെഡറൽ ബാങ്കോ അങ്ങനത്തെ എന്ത് ബാങ്ക് ആയാലും ഇങ്ങനത്തെ അവരുടെ നിന്ന് വരുന്ന പ്രൊമോഷൻ മെയിൽസ് എല്ലാം കൂടെ കാറ്റഗറൈസ് ചെയ്ത് ഒരു സെക്ഷനാക്കി ഇപ്പം അതിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള മെസ്സേജ്, വായിക്കാത്ത മെസ്സേജ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കും. പിന്നെ ജേർണലിൻ്റെ അകത്തും ഇതേപോലത്തെ സെയിം കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓപ്ഷൻ വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഫീച്ചർ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഫീച്ചർ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. സംഭവം ആപ്പിൾ ക്യാഷ് ആണ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ടാപ്പ് ടു പേ, ഗൂഗിൾ പേ നാട്ടിലുള്ള സംഭവം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഐഫോൺ ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ഐഫോൺ, അപ്പം ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പവർ ലോക്കർ 2 പ്രാവശ്യം അമുക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാർഡ്സും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഫീച്ചറാണ് ആപ്പിളിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ആപ്പിൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് നമ്മളുടെ പ്രൈവസിയുടെ കാര്യങ്ങളുടെ പ്രകാരം ഫോൺ നമ്പറോ ഇമെയിൽസോ ഒന്നും പോകത്തുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വല്ല ലിഫ്റ്റ് ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് എന്തോന്ന് പറയുക, പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം ഇതേപോലെ അടുത്തിരിക്കുന്ന ആൾക്കാണ് കൊടുക്കേണ്ടത്, പക്ഷേ അയാൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടാപ്പ് ടു പേ അല്ലെങ്കിൽ ടാപ്പ് ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഫീച്ചർ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ എമൗണ്ട് ഷെയർ ചെയ്യേണ്ടത്, എയർ ഡ്രോപ്പ് ഷെയർ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ എമൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവർ ലാസ്റ്റായിട്ട് ഇറക്കിയത് ഒരു ഗെയിമിംഗ് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഗെയിമിംഗ് മോഡ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഗെയിംസും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ പോരാത്തതിനും നമ്മുടെ മാക്കിലായാലും ഐപാഡിലായാലും പുതിയ ഗെയിംസ് സച്ചസ് അസാസിൻ ക്രീഡും പിന്നെ പ്രിൻസ് ഓഫ് പേർഷ്യയിലെ നല്ല പുതിയതായിട്ട് ഇറക്കിയ ഗെയിംസ് എല്ലാവരും യുബി സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. യുബി സോഫ്റ്റിൻ്റെ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർ റിലീസ് ചെയ്യുകയാണ്. അപ്പം ഈ ഫോൾ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദിസ് ഇയറിലായിരിക്കും അവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റായിട്ട് ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ നല്ല റീഡിസൈനിങ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിലായാലും ജേർണൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസിലായാലും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ്റെ അകത്തും കാറ്റഗറൈസേഷൻ ഓപ്ഷൻസും ഓർഗനൈസിങ് ഓപ്ഷൻസും വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ AI ഫീച്ചറിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ പറയുകയാണ്, നമുക്ക് ഇന്ന ഇവൻറ്റ് ഇന്ന രീതിയിൽ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൊടൈക്കനാൽ ഊട്ടിയിൽ പോയ ഒരു ട്രിപ്പിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നല്ലൊരു മെമ്മറി ആയിട്ട് കാണിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് അതേപോലത്തെ രീതിയിൽ ഒരു മെമ്മറി പോലെ കാണിച്ചു തരാം. അതിൽ വേണ്ട ഫോട്ടോസും കാര്യങ്ങളും മാത്രം വെച്ച് കാണിച്ചു തരുന്നതാണ്. ചോയ്സിലും ഇങ്ങനത്തെ എന്തൊക്കെ ഫീച്ചേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ട് അവർ റിലീസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് വൈറ്റൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ വൈറ്റൽസ് ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ഒരുപാട് നമ്മളെ ബോഡീനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മുടെ സ്ലീപ്പ് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് വാച്ച് ഓയ്സിലൂടെ അവർ റിലീസ് ചെയ്യുന്നത്. പക്ഷേ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള വലിയ ഫീച്ചേഴ്സൊന്നുമില്ല. പിന്നെ അവർ കൂടുതലും പുതിയ വാൾപേപ്പേഴ്സും പിന്നെ പുതിയ ആപ്പ് ഐക്കൺസും പിന്നെ ഡാർക്ക് മോഡും എനിക്ക് തോന്നുന്നു വാച്ച് ഓയ്സിൽ വരുന്നുണ്ടെന്ന്. അപ്പം വാച്ച് ഓയ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത് വരുന്നത് മാക് OS എക്കോയെ കുറിച്ചാണ്. മേൽ പറഞ്ഞ ഐഫോണിലും ഐപാഡിലും ഉള്ള എല്ലാ ഫീച്ചേഴ്സും മാക്കിലോട്ടും അവർ കണ്ടിന്യൂറ്റി പോലെ വരികയാണ്. അത് പോരാഞ്ഞിട്ട് മാക്കിലായിട്ട് അവർ ഇറക്കിയ വേറെ കാര്യം എന്തെന്ന് പറയുന്നത് ഐഫോൺ മിററിങ്ങാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫോൺ വന്നിട്ട് നമ്മുടെ ബാഗിൻ്റെ അകത്തും ആപ്പിളിൻ്റെ മാക്ക് വന്നിട്ട് നമ്മുടെ കയ്യിലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഐപാഡ് ആണെങ്കിൽ കയ്യിലാണെന്ന് വിചാരിച്ചു. ഫോൺ എടുക്കാൻ വയ്യ. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഫീച്ചർ എന്തെന്ന് പറയുന്നത് നമുക്ക് ഐപാഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ വരും, നമ്മൾ ഷെയർ സ്ക്രീൻ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് പോലെ നമുക്ക് അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ വരും, ഐഫോണിൻ്റെ അകത്തുള്ള സ്ക്രീനിന് നമുക്ക് മിറർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ ആ ഫോണിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഐപാഡിൻ്റെ അകത്ത് ആ സോഫ്റ്റ്വെയർ വഴി യൂസ് ചെയ്യാനും പറ്റും.
പോരാത്തതിന് ഈ നമ്മൾ ഫോൺ വന്നിട്ട് ഈ സമയത്ത് ലോക്ക് സ്ക്രീനിൽ തന്നെ ആയിരിക്കും. ഫോണിൽ ഒരു മൂവ്മെൻറ്റും ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതിൽ ഒരു മൂവ്മെൻറ്റും ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് ഐപാഡ് അല്ലെങ്കിൽ മാക്ക് വഴി നമുക്ക് എല്ലാ രീതിയിലും നോർമലായിട്ട് ആ ഫോൺ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ യൂസ് ചെയ്യാൻ, കോൾ ചെയ്യാൻ, എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്നതായിരിക്കും. പിന്നെ മാക്കിൽ ഇറങ്ങിയിരിക്കുന്ന വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോർമൽ ഫേസ് ടൈം ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം അത് ആപ്പിൾ തന്നെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതേപോലെ അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇമ്മേഴ്സീവ് ബാക്ക്ഗ്രൗണ്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പോർട്രേറ്റ് മോഡ് ഓൺ ആക്കുന്നത് പോലെ AI വെച്ചിട്ട് നമ്മുടെ ഫേസ് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അത് സാധാരണ നമ്മുടെ ഈ സ്കൈപ്പിലായാലും ഗൂഗിൾ മീറ്റിലായാലും ഓൾറെഡി റിലീസ് ചെയ്ത കാര്യമാണ്. ഈ ആപ്പിളിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇറക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റീഡിഫൈൻഡ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇറക്കുന്നത്. അപ്പം അത് അവർ ഇറക്കുമ്പോഴത്തേക്കും ഭയങ്കര വലിയ കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് ഇറക്കുന്നത്. പക്ഷേ ഇതാണ് സംഭവം. സോ അവസാനം വീഡിയോയിൽ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന AI, ആപ്പിളിൻ്റേതായിട്ടുള്ള രീതിയിൽ വിളിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ്. അപ്പം ഈ ഫീച്ചർ അല്ലെങ്കിൽ ഈ സംഭവം ആപ്പിളിൻ്റെ പുതിയ iPhone 15 Pro അല്ലെങ്കിൽ ഐപാഡിൻ്റെ M1 സീരീസും മാക്കിൻ്റെ എനിക്ക് തോന്നുന്നു M2 സീരീസിന് മേളിലുള്ളതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം കട്ട് ഡൗൺ ആണ്. വേറെ ഒന്നിനും സപ്പോർട്ട് ചെയ്തില്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ്. സോ ഈ AI ഫീച്ചർ ആപ്പിൾ സിറി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ സിറിക്ക് സാധാരണ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് സിറിയുടെ UI വരുന്ന ഈ രീതിയിലായി. അപ്പോൾ ഈ രീതി മാറിയതിന് ശേഷം ഇപ്പം ആപ്പിളിൻ്റെ ഐഫോണിലാണെങ്കിൽ ഒരു ഫുൾ സ്ക്രീനിൽ എഡ്ജ് ടു എഡ്ജ് രീതിയിൽ വരുന്ന പോലെയാണ് ഇപ്പം ഇതിൻ്റെ പുതിയൊരു യൂസർ ഇൻ്റർഫേസ് മാറിയിരിക്കുന്നത്. സാംസങ്ങിൽ ഗാലക്സി S24 ഇറക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ AI ഇറക്കി. പക്ഷേ അവർ ചെയ്തതെന്താണെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ 1 ഇയറിന് ശേഷം അവർ പെയ്ഡ് ആക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ആപ്പിൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 15 Pro തൊട്ട് ഇനി ഇറങ്ങുന്ന എല്ലാ ഡിവൈസസിലും സപ്പോർട്ട് ചെയ്യും. രണ്ടും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഗാലക്സി ഒരു എമൗണ്ട് വാങ്ങുന്നു, എന്നാൽ ആപ്പിൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വേറെ ഫോൺ വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴത്തെ പഴയ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയ ഡിവൈസസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ ഹോൾ യൂസർ ഇൻ്റർഫേസിലും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എല്ലായിടവും സജീവമായിട്ട് തന്നെയുണ്ട്. നമ്മളിപ്പം ഫോട്ടോസിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് സെർച്ച് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സംഭവം ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യണം വിചാരിച്ചോ, നമുക്ക് അത് എല്ലാം ഈ AI ഫീച്ചർ വെച്ച് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സമ്മറി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ആപ്പിൾ ചെയ്ത ലാസ്റ്റ് അവർ പറഞ്ഞൊരു ഫീച്ചറാണ് ആപ്പിൾ ChatGPT ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ChatGPT ഇപ്പോൾ ആപ്പിളിൻ്റെ സിറിക്ക് എന്താ പറയുക പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് സിറി ChatGPT-യിലോട്ട് ചോദിച്ച് അതിൽ നിന്ന് നമുക്ക് എന്താണോ ആൻസർ വേണ്ടത് അത് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ആൻസർ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി വേണം എന്നുണ്ട്, നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കയ്യിലുള്ളത്, അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, സിറിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സിറി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ചോദിക്കും ഞാൻ ChatGPT-യോട് ചോദിക്കട്ടെ എങ്ങനെ വേണമെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിപ്പം അലോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ഫുഡ് ചെയ്യാൻ പറ്റും ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ChatGPT പറഞ്ഞു തരും. അപ്പം ഈ ChatGPT ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ChatGPT 4 ആണ്. അപ്പം നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് 3.5 ഒക്കെയാണ്. അപ്പോൾ ഈ 4 വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കാനഡയിൽ $30 പെർ മന്തും നാട്ടിൽ 1800 2000 സംതിങ്ങുമാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ആ സെയിം ഫീച്ചർ വിത്തൗട്ട് എനി കോസ്റ്റ് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ iOS 18 കിട്ടുന്നത്. ഇത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം എന്തെന്ന് പറയുന്നത് ഈ ChatGPT നമുക്ക് ഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തൊരു കാര്യം തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യണം, പക്ഷേ അതൊരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്തു പറയുക, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അമ്മയുടെ ഫ്ലൈറ്റ് ഇത്ര മണിക്കാണ് എന്നുള്ള രീതിയിൽ അമ്മ മെയിൽ അയച്ചെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ സിറിയുടെ അടുത്ത് ചോദിക്കാം
അമ്മയുടെ ഫ്ലൈറ്റ് എത്ര മണിക്കാണെന്ന് അറിയോ, അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റാണ് ഇപ്പോൾ അത് എവിടെ എത്തി എന്നുള്ള രീതിയിൽ നമ്മൾ സിറിയുടെ ചോദിക്കാം. സിറി എന്ത് ചെയ്യും, മെയിലിൽ പോയി സെർച്ച് ചെയ്ത് അമ്മയുടെ ഫ്ലൈറ്റ് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള രീതിയിൽ നോക്കി കണ്ടുപിടിച്ച് നമ്മളത് പറഞ്ഞു തരും. ഇന്ന സമയത്താണ് അമ്മയുടെ ഫ്ലൈറ്റ് നമ്മുടെ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഇത്ര മണിക്ക് ഇറങ്ങിയാൽ കറക്റ്റായിട്ട് എയർപോർട്ടിൽ എത്താൻ പറ്റും. അപ്പോൾ അന്നേരം നമുക്ക് ഇതേപോലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും മാത്രം ഇൻ്റഗ്രേഷൻസാണ് ഈ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ AI നമുക്കത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ WWDCയിലൂടെ ആപ്പിൾ നമ്മളുടെ അടുത്ത് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇപ്പം ഇതിനി എന്ന് റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്പർ ഓപ്ഷൻസ് നമുക്ക് ഇപ്പോഴേ അവൈലബിൾ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സെറ്റിങ്സിൽ കയറി ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ബെറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റിങ്സ്, ജനറൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതിൽ ബെറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ iOS 18 ഡെവലപ്പർ ബെറ്റ ഓൺ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ല, ഞാനിപ്പോൾ iOS 17 കിടക്കുകയാണ്. ഞാൻ ഇപ്പം iPadൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ iOS 18 ഡെവലപ്പർ ബെറ്റ ആക്കിയതിന് ശേഷം ഞാൻ ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് iOS 18 ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യലെന്നേ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബാറ്ററി ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഫോണുണ്ട്, ഇപ്പോൾ അത് 10R ഏതെങ്കിലും നമ്മൾ വീട്ടിലിപ്പോൾ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന ഒരു ഡിവൈസാണ് നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എനിക്ക് ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കോൾ ചെയ്യണമെന്ന് വിചാരിച്ചു, ആ സംഭവം കോൾ സ്പോട്ടിൽ കട്ടായി പോകും, ഫോൺ റീസ്റ്റാർട്ടാകും. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഡിവൈസിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ അവസാനമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ വേണ്ടവർക്ക് ഇപ്പോഴേ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. iOS 18 അങ്ങനെ അവൈലബിൾ ആയിരിക്കും. പബ്ലിക് ബെറ്റ എന്ന് പറഞ്ഞ് അടുത്ത മാസം അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ ഡെവലപ്പർ ബെറ്റ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഓരോ 2 വീക്സ് കൂടുന്തോറും അവർ പുതിയ സോഫ്റ്റ്വെയർ ഇത് ഡെവലപ്പർ ബെറ്റ 1, 2, 3 അങ്ങനത്തെ രീതിയിൽ റിലീസ് ചെയ്യുന്നതാണ്. ഇനി ഒഫീഷ്യലായിട്ട് റിസ്ക് ഒന്നും എടുക്കാതെ എന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ചോദിക്കുക. ഈ ഐഫോൺ സാധാരണ ഇറങ്ങുന്നത് സെപ്റ്റംബർ മന്ത്സിലാണ്. അപ്പം ഞാനിപ്പോൾ റിസർച്ച് ചെയ്ത പ്രകാരം സെപ്റ്റംബർ 9 to 17 ഇടയിൽ നമുക്ക് ഐഫോൺ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 16 to 23 ഇടയിൽ നമുക്ക് iOS 18, iPadOS, macOS എല്ലാം റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് WWDCനെ കുറിച്ച് പറയാവുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക്, share and subscribe to my video. So talk to you guys in the next one. Bye.